ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് വിനീത വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 46ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി അല്ലെങ്കിൽ ഡിഷിന്റെ പേരാണ് ആപ്പിൾ കീർ അഥവാ ആപ്പിൾ പുഡിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഇതൊരു മൈക്രോവേവ് ഡിഷാണ്. ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. അതുപോലെ അധികം സാധനങ്ങളും വേണം. ഇനി ഈ റെസിപ്പിയിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു മൈക്രോവേവ് സേഫ് ഡിഷ് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ജാതിക്കപ്പൊടി ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ആദ്യമായി ഗ്രേറ്റ് ചെയ്താക്കാം. പാല്, ഒരു കപ്പ് പാല് നേരത്തെ ഞാൻ ഒഴിച്ചു. ഇനി 1 കപ്പ് പാലൂടെ ഒഴിക്കുകയാണ്. 2 കപ്പ് പാലാണ് ഇതിനാവശ്യം. നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഷുഗർ, ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇടും. അരക്കപ്പോളം മിൽക്ക് മെയ്ഡ് ഇടുകയാണ് ഇതിലേക്ക്. ജാതിക്കപ്പൊടി ഒഴികെ ബാക്കി എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടു. അതായത് പാല്, ആപ്പിൾ, ഷുഗർ, മിൽക്ക് മെയ്ഡ് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഞാൻ ഇളക്കിയിരിക്കണം. ഇനി മൈക്രോവേവിൽ 6 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. 6 മിനിറ്റ് വേണ്ടി കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് വെക്കുകയാണ്. ടോട്ടൽ എൻ്റെ സമയം 6 മിനിറ്റാണ്. പക്ഷേ 3 മിനിറ്റ് ഞാനിപ്പോൾ വെക്കുന്നുള്ളൂ. 3 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഇളക്കിയതിന് ശേഷം പിന്നെ 3 മിനിറ്റ് കൂടെ വെക്കും. അങ്ങനെ ഇത് പകുതി കുക്കായിരിക്കുകയാണ്. 3 മിനിറ്റാണ് നമ്മൾ വെച്ചിരുന്നത്. ഇനി 3 മിനിറ്റ് കൂടി വെക്കണം. ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നല്ലവണ്ണം ഇനി ഇത് അടച്ച് 3 മിനിറ്റ് കൂടി സെറ്റ് ചെയ്യണം. 3 മിനിറ്റ്. ഇതിന്റെ കുക്കിംഗ് ടൈം ടോട്ടൽ 6 മിനിറ്റ് ആണ്. ആദ്യം 3 മിനിറ്റ് വെച്ചു, പിന്നെ അതിന് ശേഷം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ ഇളക്കി, പിന്നെ 3 മിനിറ്റ് കൂടെ വെച്ചു. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റും എല്ലാം ഉണ്ട്, നല്ല കുക്കും ആയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൂടെ വെച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ജാതിക്കപ്പൊടി ഇടുകയാണ്. ഇട്ട് ഇതിനെ ഒന്നുകൂടെ ഇളക്കിയിട്ട് 1 മിനിറ്റ് കൂടെ വെക്കും. ഇത് ജാതിക്കപ്പൊടി ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഞാൻ മൈക്രോവേവിൽ വെച്ച് മൈക്രോവേവ് ഓഫ് ആക്കിയിരിക്കുകയാണ്. ഇനി ഇതിനെ പുറത്തേക്ക് എടുത്ത് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും.
നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുക്കിംഗ് വിത്ത് വിനീത വ്ലോഗിലെ 1000 ന്യൂ ഡിഷസ് സീരീസിലെ 47ാമത്തെ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.